എത്രയും പെട്ടെന്ന് ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിക്കണം. അമേരിക്കയ്ക്ക് സന്ദേശമയച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേൽ തലങ്ങും വിലങ്ങും അടിച്ചിട്ടും ആയുധപ്പുരയിലെ മിസൈൽ ശേഖരത്തിൽ ആശ്വസിക്കുകയാണ് ഇറാൻ. മാത്രമല്ല, അതിമാരക മിസൈലുകൾ പുറത്തെടുത്ത് ടെല്ലവീവിലേക്ക് പ്രയോഗിച്ചു. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കും പ്രയോഗിച്ചു. എത്രയും പെട്ടെന്ന് ഇറാന്റെ മിസൈൽ പ്രഹരശേഷിയുടെ അടിവേര് അറുക്കണം. ഇസ്രയേൽ ചാരന്മാർ ടെഹ്റാനിലേക്ക് കുതിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ വൻ തിരിച്ചടിയാണ് ഇറാൻ നേരിടുന്നത്. എന്നാൽ തിരിച്ച് ഇസ്രയേൽ US കൂട്ടരെ പ്രതിരോധത്തിലാക്കാൻ മിസൈൽ കരുത്തിൽ വിളയുകയാണ് ഇറാൻ. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതിനോടൊപ്പം ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളും തകർക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇസ്രയേൽ കട്ടായം പറയുന്നു. ബങ്കറുകളിലാണ് ഇറാന്റെ മിസൈൽ കേന്ദ്രം. ഇത് തകർത്തെറിയാൻ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കേ കഴിയൂ. ടെലവീവിലേക്ക് ഇറാൻ തൊടുക്കുന്ന ഖുറം ഷഹർ, ഫത്ത, സെജിൽ മിസൈലുകളെ അയൺ ഡോമിനും തകർക്കാൻ കഴിയുന്നില്ല. സെജിൽ മിസൈൽ ആദ്യമായാണ് ഇറാൻ പ്രയോഗിക്കുന്നത്. ഇതോടെയാണ് ഇറാന്റെ മിസൈൽ ശക്തിക്ക് മുകളിൽ അടിക്കാൻ ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. US-ഉമായി ചേർന്ന് ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ആരംഭിച്ച യുദ്ധം 17ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 3 നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും ഖാർഗ് ദ്വീപിന് നേരെ കഴിഞ്ഞ ദിവസം അമേരിക്ക ബോംബാക്രമണം നടത്തിയതോടെ മേഖല കൂടുതൽ സംഘർഷഭരിതമായിരിക്കുകയാണ്. ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രയേൽ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേലിനെതിരായ IRGC പ്രതികാര നടപടികളുടെ ഭാഗമായാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ സൈനിക വക്താവിനെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. ഖുറം ഷഹർ, ഖൈബർ ഷേഖൻ, ഖദ്ര, ഇമാദ് എന്നീ മിസൈലുകളോടൊപ്പം അതിശക്തമായ സെജിൽ മിസൈലും പ്രയോഗിച്ചുവെന്ന് IRGC വക്താവ് പ്രതികരിച്ചു. ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾ നടത്തുന്ന തന്ത്രപ്രധാനമായ മേഖലകളിലേക്കാണ് ലക്ഷ്യം കണ്ടതെന്നും പ്രസ്താവനയിൽ ഇറാൻ കൂട്ടിച്ചേർത്തു. സൈനികർ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മിസൈലുകളെ അപേക്ഷിച്ച് 10 മടങ്ങ് വേഗതയും കൃത്യതയും കൈമുതലാക്കിയ ഫത്ത മിസൈലുകളും ഖുറം ഷഹർ മിസൈലുകളും കഴിഞ്ഞ ദിവസം ഇറാൻ പ്രയോഗിച്ചതായാണ് വിവരം. ഫത്ത മിസൈലുകളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഇരട്ടിയാണ് സെജിൽ മിസൈലുകളുടെ ശേഷി. ഇറാന്റെ കൈവശമുള്ളതിൽ ഏറ്റവും വലിയ മിസൈലുകളിൽ ഒന്നാണ് ഇവ. US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇതാദ്യമായാണ് സെജിൽ മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചത്. 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് സെജിൽ. എന്നുവെച്ചാൽ പശ്ചിമേഷ്യ ഒന്നാകെ ഇതിന്റെ ലക്ഷ്യപരിധിയിൽപ്പെടും. ടെലവീവിനെ 2000 കിലോമീറ്റർ അകലിൽ നിന്നുപോലും ഇവയ്ക്ക് ചാരമാക്കാൻ സാധിക്കും. നദാൻസിൽ നിന്ന് വെറും 7 മിനിറ്റ് കൊണ്ട് ഇവ ടെലവീവിൽ എത്തുമെന്നാണ് ഇറാന്റെ അവകാശവാദം. US-ഉം ഇസ്രയേലും തുടക്കം കുറിച്ച യുദ്ധം ശമനമില്ലാതെ തുടരുമ്പോൾ മിസൈലുകളുടെ ഒരു പരമ്പര തന്നെ ഇറാൻ ഞായറാഴ്ച പ്രയോഗിച്ചതായി റിപ്പോർട്ട്. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്ത 2 ഘട്ട ബാലിസ്റ്റിക് മിസൈലാണ് സെജിൽ. ഖര ഇന്ധനം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. സെജിൽ, അഷോറ എന്നീ പേരുകളിലാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ അറിയപ്പെടുന്നത്. 1990കളുടെ തുടക്കത്തിലാണ് സെജിലിന്റെ രൂപകൽപ്പന ആരംഭിച്ചത്. ഇറാന്റെ സെജിൽ 2 ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയും ഏകദേശം 700 കിലോഗ്രാം ഭാരവാഹക ശേഷിയുമുള്ള മിസൈലാണ്. ഇതിന്റെ ഉയരത്തിലുള്ള പ്രവർത്തന മികവ് കാരണം ഇതിനെ ഡാൻസിംഗ് മിസൈൽ എന്ന് വിളിക്കാറുണ്ട്. ഇത് അയൺ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള കഴിവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തന്ത്രപ്രധാനവും അന്താരാഷ്ട്ര പഠനങ്ങളിലെ കേന്ദ്രം അനുസരിച്ച് മിസൈലിന് ഏകദേശം 18 മീറ്റർ നീളവും ഏകദേശം 1.25 മീറ്റർ വ്യാസവും ഏകദേശം 23,600 കിലോഗ്രാം ഭാരവുമുണ്ട്. ഇതിന്റെ ഖര ഇന്ധന രൂപകൽപ്പന തന്ത്രപ്രധാനമായ ഗുണഫലം നൽകുന്നു. പഴയ ദ്രാവക ഇന്ധന സംവിധാനങ്ങളെക്കാൾ വേഗത്തിൽ തയ്യാറാക്കാനും വിക്ഷേപിക്കാനും സാധിക്കും. യുദ്ധം 16ാം ദിവസത്തിലേക്ക് കടന്നുവരുന്നതിനിടയിലാണ് മിസൈൽ വിക്ഷേപണം ഉണ്ടായത്. CSIS-ന്റെ റിപ്പോർട്ട് അനുസരിച്ച് സെജിലിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം 2008-ലാണ് നടന്നത്. ആദ്യ പ്രയോഗത്തിൽ മിസൈൽ ഏകദേശം 800 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതായാണ് റിപ്പോർട്ട്. മെച്ചപ്പെട്ട ഗൈഡൻസ്, നാവിഗേഷൻ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിനായി 2009 മെയ്യിൽ രണ്ടാമത്തെ വിക്ഷേപണം നടത്തി. 2009 മുതൽ 4 അധിക ഫ്ലൈറ്റ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. 6ാമത്തെ ടെസ്റ്റിൽ മിസൈൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഏകദേശം 1900 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിനിടെ യുദ്ധത്തിൽ ഇറാൻ വൻ തകർച്ച നേരിടുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുകയാണെന്ന റിപ്പോർട്ടുകൾ ഭാവനാ സൃഷ്ടി മാത്രമാണെന്ന് പറഞ്ഞ ട്രംപ് എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിന് തീപിടിച്ചു എന്ന വാർത്ത തള്ളിക്കളഞ്ഞു.
എൻ്റെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഇറാൻ തകർച്ചയുടെ വക്കിലാണുള്ളത്. അല്പനേരം കൂടി അവർക്ക് പിടിച്ചു നിൽക്കാനായേക്കും. എങ്കിലും അധികകാലം നീളുമെന്ന് തോന്നുന്നില്ല. അവരുടെ വ്യോമാക്രമണവും പ്രതിരോധ സംവിധാനവും ഇതിനോടകം ഞങ്ങൾ മറികടന്നിട്ടുണ്ട്. നിലവിൽ അവർക്ക് വ്യോമ പ്രതിരോധത്തിന് സംവിധാനങ്ങളൊന്നുമില്ല. അവരുടെ പരമോന്നത നേതാവിനെ വകവരുത്താനും സുപ്രധാനമെന്ന് അവർ കരുതിയിരുന്ന ഖാർഗ് ദ്വീപിൽ ബോംബാക്രമണം നടത്താനും ഞങ്ങൾക്ക് സാധിച്ചു. അവർക്ക് ഞങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചർച്ചകൾ നടത്താൻ അവർ തയ്യാറായിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. വരട്ടെ, അല്പം സമയമെടുത്തിട്ടാണെങ്കിലും അവരതിന് തയ്യാറാവാതിരിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ലക്ഷ്യമിട്ട് തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. പേർഷ്യൻ ഗൾഫിലെ എണ്ണ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ അമേരിക്കൻ കരസേനയെ ഇറക്കി ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കാര്യമാണ് വൈറ്റ് ഹൗസ് പരിഗണിക്കുന്നത്. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 90 മുതൽ 95% വരെ കൈകാര്യം ചെയ്യുന്നത് ഈ ചെറുദ്വീപാണ്. പ്രതിദിനം 70 ലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്യാനുള്ള ശേഷിയുള്ള ഖാർഗ് ദ്വീപ് നഷ്ടപ്പെടുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുമെന്ന് അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തിയിട്ടുണ്ട്. നിലവിൽ ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും എണ്ണ ശുദ്ധീകരണശാലകളെ ഇതുവരെ ലക്ഷ്യം വെച്ചിട്ടില്ല. എന്നാൽ ഇത്തരമൊരു സൈനിക നീക്കം വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന് നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഖാർഗ് ദ്വീപിനുമേൽ അമേരിക്കൻ കടന്നുകയറ്റമുണ്ടായാൽ സൗദി അറേബ്യ അടക്കമുള്ള അയൽ രാജ്യങ്ങളിലെ എണ്ണ ശൃംഖലകൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇറാന്റെ യുറേനിയം ശേഖരം പിടിച്ചെടുക്കാൻ പ്രത്യേക സൈനിക വിഭാഗത്തെ നിയോഗിക്കുന്ന കാര്യവും അമേരിക്കയുടെ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയ സുപ്രധാന സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ വീണ്ടും വിഫലമായി. സുരക്ഷിത പാത ഒരുക്കുന്നതിനായി സഹായിക്കണമെന്ന ട്രംപിന്റെ ആവശ്യം വൻ ശക്തി രാജ്യങ്ങൾ നിരസിച്ചതായാണ് വിവരം. ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷിത പാത ഒരുക്കുന്നതിനായി പല രാഷ്ട്രങ്ങളുമായും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അല്പം പോലും എണ്ണ കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണെന്നാണ് മനസ്സിലാകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഒരുക്കുന്നതിന് മറ്റ് രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അത് വലിയ സഹായകമായേനെ. പരസ്പര സഹകരണത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ ആഹ്വാനത്തോട് രാഷ്ട്രങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇതോടെ ആഗോളതലത്തിൽ എണ്ണവില വീണ്ടും ഉയരുന്നതായാണ് വിവരം. മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുന്ന പക്ഷം സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് എണ്ണ കമ്പനികളുടെ വിലയിരുത്തൽ. യുഎസുമായി ചേർന്ന് ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധം 17ാം ദിവസത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച് ഇതിനോടകം തന്നെ 1500-ലധികം പേർ ഇറാനിൽ മാത്രമായി കൊല്ലപ്പെട്ടു എന്നാണ് വിവരം.